പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു തിങ്കളാഴ്ച വന്നിരിക്കുകയാണ് അല്ലേ. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിലെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. യേശു മന്ത്രത്തെ കുറിച്ചാണ് അവിടെ നമ്മൾ ധ്യാനിക്കുന്നത്. അതായത് വചനം എങ്ങനെയാണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. എന്നിട്ട് പറയാണ്, അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യനെ പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അത് 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനാണ്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, യേശുവിൻ്റെ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന സമയം തന്നെ, അതാണ് പ്രിയ സഹോദരങ്ങളെ യേശുനാമത്തിൻ്റെ ശക്തി. ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് കുഞ്ഞുങ്ങളെന്നോ യുവാക്കന്മാരെന്നോ മധ്യവയസ്കരെന്നോ വൃദ്ധരെന്നോ വ്യത്യാസം കൂടാതെ ഈ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ശരിക്കും ബോധ്യം പിശാച് കെടുത്തിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൊരു ജീവിതം ആരും നയിക്കാനായിട്ട്, ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മെജോറിറ്റി ഈശോയെ ഗൗരവമായിട്ട് എടുക്കാത്ത വിധത്തിൽ പിശാച് ഈ ലോകത്തെ ശരിക്കും അങ്ങോട്ട് മാറ്റി എഴുതി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഉയർന്നെഴുന്നേൽക്കേണ്ട സമയമായി. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈശോയിൽ നിന്ന് അകന്നു പോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ശരിക്കും ഈ തിങ്കളാഴ്ച ദിനത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി, പ്രത്യേകിച്ച് മെയ് മാസമല്ലേ, വണക്കമാസമൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെയ് മാസമല്ല, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മയുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അമ്മ കറക്റ്റ് ഈശോയുടെ അടുക്കിലേക്ക് നമ്മെ ഈശോയുടെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അമ്മ നമ്മെ സഹായിക്കും. ഈശോ നമ്മെ എല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൽ, അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.